യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്ത നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യമായിരുന്നല്ലോ. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമാണ് ഇവിടെ ഈ ഉപമയിൽ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയിൽ കർത്താവ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നു, താൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ മക്കൾ ആകുന്നവർക്ക്, തൻ്റെ ദാസന്മാരായിരിക്കുന്നവർക്ക് താലന്തുകളും അവസരങ്ങളും വിഭവങ്ങളും എല്ലാം കൊടുത്തിട്ട് പോകുമെന്നും അതോടൊപ്പം തന്നെ യേശുക്രിസ്തു നൽകുന്നതായ വലിയൊരു വാഗ്ദത്തമുണ്ട്. അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്നും എന്ന് മാത്രമല്ല, നമ്മളോട് ഓരോരുത്തരോടും ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ഓരോ താലന്തുകളുടെയും അഥവാ ഓരോ റിസോഴ്സസ് അല്ലെങ്കിൽ നമുക്ക് തന്നതായ അവസരം അത് നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് കണക്ക് ചോദിക്കുമെന്നുള്ള വളരെ വ്യക്തമായ സൂചന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞല്ലോ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഓരോരുത്തരും ആത്മീയമായ ദൈവരാജ്യത്തിൽ ആയിരിക്കുവാൻ. അതോടൊപ്പം തന്നെ ആത്മീയമായ ദൈവരാജ്യത്തിൽ ആകാത്ത ആളുകൾ ആത്മീയമായി ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നതിൻ്റെ പ്രാധാന്യം കൂടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെല്ലാവരും തന്നെ കർത്താവ് യേശുക്രിസ്തുവിനെ അഭിമുഖീകരിക്കേണ്ടി വരും. എല്ലാം മുഴങ്കാലും അവന് മുമ്പാകെ മടങ്ങുമെന്നാണല്ലോ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. അങ്ങനെ നമ്മൾ മടങ്ങുമ്പോൾ ഈ ദൈവരാജ്യത്തിൽ ഉൾപ്പെടാത്തവരായ ആളുകൾ, അതേപോലെ തന്നെ ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ടിട്ടും ദൈവവിഷയ സംബന്ധമായി അനുഗ്രഹം പ്രാപിക്കുകയോ ദൈവവിഷയ സംബന്ധമായി ദൈവവചനത്തെ അനുസരിക്കാതെ ഈ ലോകത്തിന് അനുരൂപമായിരിക്കുന്ന ആളുകളെ അന്ന് കർത്താവായ യേശുക്രിസ്തു വിഭജിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ അഭിമുഖീകരിക്കുന്നതായ നമ്മളുടെ സുഖ സൗകര്യങ്ങളെയും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിത്യതയെക്കുറിച്ചുള്ള പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞത്. അങ്ങനെ നിത്യത നമുക്ക് ഉണ്ടാകും എന്നുള്ള ആ ഒരു ചിന്തയിലും ആ നിത്യതയിൽ കർത്താവ് യേശുക്രിസ്തു ഒരുക്കുന്നതായ ആ അനുഗ്രഹത്തിൽ നമ്മൾ ഉൾപ്പെടണമെന്നുള്ള ആഗ്രഹത്തിലും നമ്മൾ മുന്നോട്ട് പോയെങ്കിലേ ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. അതിനുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഈ ദിവസങ്ങൾ കേൾക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങൾ കേട്ടതായ സന്ദേശത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ പറയുന്നത്, യേശുക്രിസ്തു നമുക്ക് നൽകുന്നതായ അവസരങ്ങൾ, താലന്തുകൾ, കഴിവുകൾ ഇതെല്ലാം തന്നെ നമ്മൾ വിശ്വസ്തയോടും അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ കേട്ടതുപോലെ നമ്മൾ ദൈവം മുമ്പാകെ നല്ലവരായി അഥവാ നന്മ ചെയ്തുകൊണ്ട് സാത്താന്യ പ്രലോഭനങ്ങളാൽ വശീകരിക്കപ്പെടാതെ ദൈവവചനത്താൽ നമ്മൾ ധൈര്യപ്പെട്ടും ആത്മീക സ്വഭാവത്തിൽ ദൈവിക സ്വഭാവത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് ആയിരിക്കണമെന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നതായ സന്ദേശം എന്ന് പറയുന്നത്. കേവലം ഈ ഒരു സന്ദേശം കേട്ടിട്ട് നമ്മൾ കടന്നു പോകുകയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ സന്ദേശം നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്നലെ നമ്മൾ കേട്ടല്ലോ, ഈ യജമാനൻ മടങ്ങി വന്ന ശേഷം ഈ 3 ദാസന്മാരിൽ 2 പേര്, ആ 2 പേരിൽ യജമാനൻ അന്വേഷിച്ചത് വിശ്വസ്തതയും നന്മയുമായിരുന്നു. ഈ 2 കാര്യത്തെക്കുറിച്ചാണ് അവിടെ ഈ യജമാനൻ പരാമർശിക്കുന്നത്. അവൻ അവരോട് പറയുന്നത്, അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്നത്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഒന്നാമതായിട്ട്, യജമാനൻ അവരെ അഭിനന്ദിക്കുന്നു, അല്ലെങ്കിൽ അവരെ പുകഴ്ത്തുന്നു, ഈ ദാസന്മാരെ പുകഴ്ത്തുന്നു. നമ്മെയും കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം, അവിടെ നാം ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മെ കർത്താവ് പുകഴ്ത്തും എന്നുള്ള ഒരു സന്ദേശം യേശുക്രിസ്തു നൽകുന്നുണ്ട്. ഈ ഉപമയിൽ മാത്രമല്ല, മറ്റു യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിലും നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പുകഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ ലജ്ജയാകരുതെന്നും അവിടെ നമ്മൾ ദൈവത്താൽ ഉയർത്തപ്പെടണമെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ യജമാനൻ വന്നപ്പോൾ ആദ്യം ചെയ്തത് വിശ്വസ്തയോടെ താലന്തുകളെ വ്യാപാരം ചെയ്തതായ ഈ ദാസന്മാരെ അഭിനന്ദിക്കുകയായിരുന്നു, പുകഴ്ത്തുകയാണ് ചെയ്തത്. രണ്ടാമത് ചെയ്യുന്നതായ കാര്യം, അവർക്ക് ഒരു ഫ്യൂച്ചർ ബ്ലെസ്സിങ്സ്, ഒരു ഭാവി അനുഗ്രഹത്തെക്കുറിച്ച് ഈ യജമാനൻ പറയുന്നു. ആ ഭാവി അനുഗ്രഹം എന്ന് പറയുന്നത്
അധികത്തിൽ നിങ്ങളെ ഞാൻ വിചാരകനാക്കും എന്നുള്ള ഒരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നു, നിങ്ങൾ എൻ്റെ സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ എൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് അത് സംബന്ധിച്ച ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്നതായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഈ രണ്ട് ദാസന്മാരോടും ഒരേപോലെ തന്നെയാണ് പറഞ്ഞത്. അതായത് അതിൻ്റെ ഒരു ആത്മീകർത്ഥം, നമ്മൾ ദൈവത്തിന് മുമ്പാകെ നല്ലവരും അതേപോലെ തന്നെ വിശ്വസ്തരുമായിരുന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഒന്നു തന്നെയായിരിക്കും. അങ്ങനെയുള്ള എല്ലാവർക്കും ഒരേപോലെ ദൈവം തന്നെ അനുഗ്രഹം കൊടുക്കുവാനിടയായിത്തീരും. ഈ രണ്ടു പേർക്കും കോമൺ ആയിട്ട് കൊടുത്തത് എന്താണ്? രണ്ടുപേർക്കും വ്യത്യസ്തമായിട്ടും അവരവരുടെ പ്രാപ്തിക്കനുസരിച്ചുമാണ് യജമാനൻ താലന്ത് കൊടുത്തത്. ഒരാൾക്ക് 2 കൊടുത്തപ്പോൾ ഒരാൾക്ക് 5 കൊടുത്തു. പക്ഷെ പ്രതിഫലം വീതിച്ചപ്പോൾ ഇവർക്ക് ആ ലഭിച്ചതിന്റെ ഇരട്ടി ഈ യജമാനൻ കൊടുക്കുവാനിടയായി തീർന്നു. 2 പേർക്കും അഭിനന്ദനങ്ങൾ കൊടുത്തു. 2 പേർക്കും ഫ്യൂച്ചർ ബ്ലെസ്സിങ്സ്, ഭാവി അനുഗ്രഹത്തെ താൻ വാഗ്ദാനം ചെയ്തു. അതേപോലെ 2 പേർക്കും തന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ അവൻ അവസരം കൊടുത്തു. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വിശ്വസ്തയോടും അതേപോലെ കർത്താവിനോടുള്ള നല്ല മനസ്സാക്ഷിയിലും സമൂഹത്തോടുള്ള നല്ല മനസ്സാക്ഷിയിലും നമ്മൾ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മൾ ഇന്നിവിടെ വായിച്ചതായ വാക്യത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ എടുക്കുന്നത്. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. നോക്കണേ, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക്. അതിനർത്ഥം ഇവിടെ കർത്താവ് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭിക്കാൻ പോകുന്ന സ്വർഗീയ സന്തോഷമാണ്. വാസ്തവത്തിൽ യേശു ഇവിടെ സംസാരിക്കുന്നത് ദാസന്മാരുടെ അവകാശമായ സന്തോഷത്തിലേക്കല്ല, മറിച്ച് നിങ്ങൾ പ്രവേശിക്കുന്നത് യജമാനന്റെ സന്തോഷത്തിലേക്കാണ്. അതായത് നമുക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷം നമ്മുടേതായ സന്തോഷമല്ല, മറിച്ച് മാസ്റ്ററിന്റെ, യജമാനന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ സന്തോഷം. നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതായ സന്തോഷം അല്ലെങ്കിൽ മഹത്വം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള മഹത്വമല്ല, നമ്മുടെ മഹത്വങ്ങളല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകളൊക്കെ മരിക്കുമ്പോൾ അവരുടെ ഫോട്ടോയുടെ മുകളിൽ ഒരു ടൈറ്റിൽ കൊടുക്കാറുണ്ട്, മഹത്വത്തിൽ പ്രവേശിച്ചു. വാസ്തവത്തിൽ അത് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വേർഡിംഗ് ആണ്, മഹത്വത്തിൽ പ്രവേശിച്ചു. ഈ മഹത്വം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സന്തോഷമാണ്. ആ സന്തോഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പക്ഷെ എഴുതിയത് കൊണ്ട് മാത്രം നമ്മൾ മഹത്വത്തിൽ പ്രവേശിക്കുകയില്ല, മറിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ നല്ലവരും അതേപോലെ തന്നെ വിശ്വസ്തരുമായി ദൈവം നമുക്ക് നൽകിയതായ താലന്തുകളെ, ദൈവം നമുക്ക് നൽകിയതായ കഴിവുകളെ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ, അത് ട്രേഡ് ചെയ്തെങ്കിൽ, അത് വ്യാപാരം ചെയ്തെങ്കിൽ, അവന്റെ മുമ്പാകെ നിൽക്കാനുള്ള ധൈര്യം പ്രാപിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കാൻ പോകുന്നത് സന്തോഷമായിരിക്കും, മഹത്വമായിരിക്കും എന്നുള്ള സൂചന നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇത് ഈ ദാസന്മാരുടെ മഹത്വമല്ല, യജമാനന്റെ സന്തോഷം, ക്രിസ്തുവിന്റെ സന്തോഷം, സ്വർഗത്തിന്റെ സന്തോഷമാണ് ഇവിടെ പറയുന്നതായ ഈ സന്തോഷം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നതായ മഹത്വം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 വാക്യങ്ങൾ ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തെക്കുറിച്ചുള്ള, മഹത്വത്തെക്കുറിച്ചുള്ള വാക്യങ്ങളാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നോക്കണേ, ഇതാണ് യഥാർത്ഥ യജമാനൻ. അവനാണ് നമുക്ക് താലന്തുകളെ തന്നത്, അവനാണ് നമുക്ക് കഴിവുകളെ തന്നത്, അവനാണ് നമുക്ക് അവസരങ്ങളെ തന്നത്. അത് വിശ്വസ്തയോടുകൂടെ നമ്മൾ കർത്താവിന് നല്ലവരായും സമൂഹത്തിന് മാതൃകയായും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി പ്രവർത്തിച്ചോ ആ ജീവനായ ക്രിസ്തു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ നമ്മുടെ ജീവന, അവൻ നമ്മുടെ പ്രാണന, അവൻ നമ്മുടെ എല്ലാമാ. അവൻ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇത് നമ്മുടെ തേജസ്സല്ല കേട്ടോ, ഇത് യേശുവിന്റെ തേജസ്സ. ആ തേജസ്സിൽ നമ്മൾ വെളിപ്പെടുമെന്നുള്ള സുപ്രധാനമായ വാക്തത്വമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അതേപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല.
അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നമ്മെ പരമേൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടും അതേപോലെ തന്നെ മാതൃകാപരമായിട്ടും നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണും. അങ്ങനെയുള്ളവർ യേശുവിനെ കാണുവാനിടയായി തീരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. യേശു ഇവിടെ വന്ന് നമ്മെ കാണുമെന്നല്ല, മറിച്ച് നമ്മൾ അവിടെ ചെന്ന് അവനെ കാണാനിടയായി തീരും. പക്ഷെ അവിടെ ചെന്ന് കാണണമെങ്കിൽ ഇവിടെ നമ്മൾ വിശ്വസ്തരായിരുന്നെങ്കിൽ മാത്രമേ അവിടെ ചെന്ന് കാണുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ യേശു വന്ന് നമ്മെ കാണുമെന്നല്ല പറയുന്നത്, നമ്മൾ അവിടെ ചെന്ന് അവനെ കാണും. അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഇന്ന് നിങ്ങൾക്ക് ദുഃഖമുണ്ട്, ശരിയല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തോരം ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. ദൈവം നമുക്ക് നന്മകൾ തരുന്നുണ്ട്, അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞാലും ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്നതായ അനുഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ഭാവിയെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയാത്തതായ അവസ്ഥകളുണ്ട്. പക്ഷേ നമ്മൾ ക്രിസ്തുവിൽ സന്തോഷിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഈ ദുഃഖമെല്ലാം നിത്യ സന്തോഷത്തിലേക്ക് മാറുന്നതായ ഒരു ദിവസമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ഇന്ന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഫിസിക്കലി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ദുഃഖമുണ്ട്, നമുക്ക് പ്രയാസമുണ്ട്. ശിഷ്യന്മാർക്ക് ഉണ്ടായതുപോലെ, ശിഷ്യന്മാർക്ക് യേശുക്രിസ്തുവിന്റെ അഭാവത്തിൽ ഉണ്ടായതുപോലെ. പക്ഷേ യേശു പറയുന്നു, ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ശിഷ്യന്മാരുടെ സന്തോഷം നമ്മുടെയും കൂടെ സന്തോഷമാണ്. അതേ ആ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലുമുള്ളത്. എപ്പോഴാണ്? ഒരിക്കലും ആർക്കും നമ്മളിൽ നിന്നും സന്തോഷം കവർന്നു കളയാൻ കഴിയാത്തതായ സന്തോഷം നമുക്കുണ്ടാകും. അതാണ് യജമാനന്റെ സന്തോഷം. ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു, ആ സന്തോഷത്തിലേക്ക് ആണ് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തരുന്നതായ അനുഗ്രഹത്തിൻ്റെയോ ഭൗതിക നന്മകളുടെയോ സന്തോഷമല്ല സ്വർഗീയ സന്തോഷം. സ്വർഗീയ സന്തോഷം അത് വളരെ വ്യത്യസ്തമാണ്. അത് നമുക്ക് സ്വർഗത്തിൽ പ്രാപിക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം അനുഭവിക്കാൻ കഴിയും. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. അതെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ സന്തോഷം ലഭ്യമാകണമെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മളിൽ നിന്ന് ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തതയും അതേപോലെ തന്നെ നമ്മൾ നല്ലവരും ആയിരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാകട്ടെ. ദൈവിക പ്രത്യാശയാൽ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തോട് നീ ഈ ദിവസങ്ങൾ ഇടപെടുന്നല്ലോ. ഞങ്ങൾ സന്തോഷമുള്ളവരായിരിക്കാനും വിശ്വസ്തയുള്ളവരായിരിക്കാനും അതേപോലെ തന്നെ അങ്ങ് ഞങ്ങൾക്ക് തന്നതായ കാര്യങ്ങളിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറന്ന് കർത്താവേ, ഞങ്ങൾ എന്തായി തീരണം, എങ്ങനെയായി തീരണം എന്നുള്ള ആ ദൈവിക ആഗ്രഹത്തെ മനസ്സിലാക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. God bless you all.